നാളെ ഇന്ത്യ വാസ് ഇംഗ്ലണ്ട് സെമി പോരാട്ടം നാളെ നടക്കുകയാണല്ലോ. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. പക്ഷേ അവിടെ കാണാൻ പോകുന്ന മെയിൻ റൈവൽറി എന്ന് പറഞ്ഞാൽ ജോഫ്ര ആർച്ചറും സഞ്ജു സാംസണും തമ്മിലുള്ള റൈവൽറിയാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ജോഫ്ര ആർച്ചറിൻ്റെ ആദ്യത്തെ സ്പെല്ല് എങ്ങനെ മറികടക്കുന്നു എന്നനുസരിക്കും സഞ്ജുവിൻ്റെ പെർഫോമൻസും ഇന്ത്യയുടെ മുന്നോട്ടുള്ള റൺസിൻ്റെ ഇതും. അഭിഷേക് ശർമ്മ നാളെ മിക്കവാറും നല്ല ഫോമിലായിരിക്കും. പേസ് ബോളർമാരെ നല്ല അടിച്ച് അകറ്റാൻ പറ്റിയ ചെറിയ പിച്ചുമാണ് വാങ്കഡയിൽ, അടിച്ച് അകറ്റാൻ പറ്റും. പക്ഷേ സഞ്ജു സാംസൺ തുടക്കത്തിലെ ഒരു 2 ഓവർ എങ്ങനെയും കെയർ ചെയ്ത് കഴിഞ്ഞാൽ സാംസണ് നല്ല സിമ്പിളായിട്ട് കളിക്കാൻ പറ്റുന്ന ബാക്കി ബോളർമാരാണ് ഇംഗ്ലണ്ട് നിരയിലുള്ളത്. സഞ്ജുവിൻ്റെ വീക്ക്നെസ് തുറന്ന് കാട്ടിയ ഫസ്റ്റ് ബോളർ ജോഫ്ര ആർച്ചറാണെന്നതാണ് ഏറ്റവും വലിയ കൗതുകം. പേസിനോടൊപ്പം തന്നെ സഞ്ജുവിന് ബോഡിയിലേക്ക് നീക്കിയിട്ട് പന്ത് ബൗൺസ് ചെയ്യിപ്പിച്ച് കൊടുക്കുകയാണ് ജോഫ്ര ആർച്ചറിൻ്റെ തന്ത്രം. അത് സഞ്ജു 3 പ്രാവശ്യം ജോഫ്ര ആർച്ചറിനെതിരെ ഔട്ടാവുകയും ചെയ്തു. സെയിം ഇതിൽ ഒരു സീരീസിൽ തന്നെ, അതും സെയിം ബൗൺസർ ചെയ്യും, പുള്ളി നേരെ പൊക്കും, ലോങ് ഓണിലോ എവിടെയെങ്കിലും ക്യാച്ച് വരും. അതാണ് സഞ്ജുവിൻ്റെ കളി. പക്ഷേ സഞ്ജു അത് മനസ്സിലാക്കി കഴിഞ്ഞ കളി വെസ്റ്റ് ഇൻഡീസിൻ്റെ ഹോൾഡറൊക്കെ എറിഞ്ഞപ്പോൾ സഞ്ജു കളിച്ച അതേ രീതിയിൽ തന്നെ മെത്തേഡിൽ തന്നെ ജോഫ്ര ആർച്ചറെ നേരിടുകയാണെങ്കിൽ സഞ്ജുവിന് നല്ലൊരു സ്കോർ കണ്ടെത്താം. ഇന്ത്യക്ക് വിന്നിംഗ് മൂവ്മെൻറ്റിലേക്ക് പോകാനും പറ്റും. സഞ്ജുവിനെതിരെ ഇത് തന്നെയായിരിക്കും ജോഫ്ര ആർച്ചർ ഇനി പരീക്ഷിക്കാൻ പോകുന്നത്. യോർക്കർ അല്ലെങ്കിൽ പുള്ളിയുടെ ബോഡിയിലേക്ക് പന്ത് നീട്ടി എറിയുക, അതാണ് ജോഫ്ര ആർച്ചറിൻ്റെ രീതി. സഞ്ജു അതിനെങ്ങനെ ബീറ്റ് ചെയ്യുന്നത് കണ്ടറിയണം. സഞ്ജു ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, അഭിഷേക് അപ്പുറം ഉണ്ടെങ്കിൽ ഇഷാൻ കിഷൻ ആണെങ്കിലും സ്ട്രൈക്ക് മാറുക, അടിക്കാൻ നോക്കുക, അതിരിക്കുക. ആദ്യത്തെ 4 ഓവർ പയ്യെ നോക്കി കളിക്കുക. പിന്നെ പുള്ളിക്ക് ഒരു ലൂസ് ഓവർ ഇട്ട് കഴിഞ്ഞാൽ പുള്ളി അത് മെയിൻറ്റെയിൻസ് ചെയ്തോളും. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം നാളെ സഞ്ജുവിൻ്റെയും ഇന്ത്യയുടെയും വിജയത്തിനായി.